നോട്ടം മരണത്തെ കൊണ്ടുവന്നുവെങ്കിൽ മറ്റൊരു നോട്ടം ജീവനെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. മലയാളം അങ്ങനെ എഴുതി വച്ചിരിക്കുന്ന. ഇംഗ്ലീഷ് ലുക്ക് അൺടു മീ ആൻഡ് ബി ye saved. ലുക്ക് അൺടു മീ. എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ മലയാളത്തിൽ. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്നെ നോക്ക്. സ്തോത്രം. കാൽവറിയിലേക്ക് നോക്ക്, യേശുവിനെ നോക്ക്. രക്ഷപ്പെടണമെങ്കിൽ ഒരുവനെ നോക്കിയെങ്കിൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ, മറ്റാരുമല്ല, യേശു ക്രിസ്തു. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഈ നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? എക്സർസൈസ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തോടെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസം എക്സർസൈസ് ചെയ്യുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാനായിട്ട് ഒറ്റയാളേ ഉള്ളൂ. ആ വിശ്വാസത്തിൻ്റെ നയനം പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെയാണ് നോക്കുന്നത്. നോട്ടം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ സ്തോത്രം എക്സർസൈസാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ ഉദിച്ചപ്പോൾ സ്തോത്രം നീ നോക്കിയോ? ഹല്ലേലൂയ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അത് നീ നോക്കിയെന്ന് പറഞ്ഞാൽ നീ വിശ്വാസം. അല്ല, അപ്പം കൃപയും വിശ്വാസം കൂടെ ചേർന്നപ്പോൾ രക്ഷ എനിക്ക് അവകാശമായി മാറി. ഹല്ലേലൂയ. സ്തോത്രം. ആ രക്ഷന്റെ പ്രവൃത്തി താനായി തന്നെ സകല മാനവജാതിക്കും വേണ്ടി നിവർത്തിച്ചു. പക്ഷേ അത് വിശ്വസിക്കാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ.